കൊങ്കൺ റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരും മുൻ ചീഫ് സെക്രട്ടറിയും നടത്തിയ ചില നിയമവിരുദ്ധമായ നടപടികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSDMA പോലെയുള്ള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ എല്ലാ നിയമപരമായ അവകാശങ്ങളുണ്ടായിട്ടും ആ നിയമപരമായ അവകാശങ്ങളെയൊക്കെ തന്നെ മറികടന്ന് നിയമത്തെ തെറ്റായ രീതിയിൽ മറികടന്നുകൊണ്ട് മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ ഫയലുകൾ, അതായത് കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ ഫയലുകൾ മടക്കി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അത് DDMA വയനാട് പോലെയുള്ള ഒരു സംവിധാനം ഇതിനകത്ത് പാരിസ്ഥിതികമായ ഒരു ആഘാതത്തെ സംബന്ധിച്ച വിലയിരുത്തൽ, സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ചൂരൽമലയും മുണ്ടക്കയും ഉള്ള ഘട്ടത്തിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് സർക്കാരിൻ്റെതായ ഒരു പഠനം വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ആവശ്യത്തെ എന്തുകൊണ്ട് നിരാകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു നിർണായക വിവരം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട മിനിറ്റ്സിൽ ചേർന്ന യോഗം 3/6/2025 ചേരുന്നത്. ആ യോഗത്തിൽ നടന്ന ചില കള്ളക്കളികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുക്കുന്ന സുപ്രധാനമായ യോഗമാണ് KSDMAയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം. ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എന്താണ് ഈ യോഗത്തിൽ പാസാക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വിവിധ ചർച്ചകളും അതോടൊപ്പം തന്നെ അതിനകത്തൊരു അന്തിമ തീരുമാനവും എടുത്തിട്ടാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് KSDMA കടക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3/6/2025 അതായത് കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ മടക്കാൻ തീരുമാനമെടുത്ത ആ യോഗത്തിന്റെ അജണ്ട നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സംശയം ഉയർത്തുന്നത്. അതായത് 3/6/2025 യോഗം ചേരുന്നുണ്ടെങ്കിൽ ആ ഇത്രയും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിന്റെ അജണ്ട എല്ലാവർക്കും ലഭ്യമാകുന്നത് തലേ ദിവസം മാത്രമാണ് എന്നുള്ളതാണ്. 2/6/2025 മാത്രമാണ് ഈ അജണ്ട നൽകുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ അജണ്ടയിൽ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അടിസ്ഥാന വികസനം ആവശ്യമുള്ള പദ്ധതിയെ അതിന്റെ ഫയലുകൾ KSDMAയുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് പഠിക്കാനോ ഒന്നും അവസരം നൽകാതെ ഈ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട അജണ്ട പോലും നൽകിയ അജണ്ടയുടെ ലിസ്റ്റിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ അജണ്ടയുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. MSc എൽസയുമായി ബന്ധപ്പെട്ടതും കോവിഡുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാനെന്നുള്ള രീതിയിലായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ പിറ്റേ ദിവസം 3/6/2025 ചേർന്ന യോഗത്തിൽ വളരെ നാടകീയമായി ഈ KSDMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയറായ ജയതിലക്, മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ വിഷയം അതിനകത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു നിയമപരമായി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഒന്ന്, ഈ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടും ഇത് മറച്ചുവെച്ചു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ ഈ അജണ്ടയുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് KSDMAയുടെ കൈവശം ഈ കൊങ്കൺ റെയിൽവേ നൽകിയ ചെക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത വിഷയങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കെ കൊങ്കൺ റെയിൽവേയുമായി ചേർന്ന് യോഗം വിളിച്ചു ചേർക്കാനായി KSDMA തീരുമാനിച്ച ശേഷമാണ് ആ യോഗം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ ഫയലുകൾ മടക്കി അയക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമായി മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് എടുത്തത് എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. കാരണം KSDMAയുടെ ചെയറായി ഉള്ളത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഫയലുകൾ മടക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് 2 യോഗങ്ങൾ, അതായത് DDMA വയനാടാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഒരു പരിശോധന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KSDMAക്ക് കത്ത് നൽകുന്നത്. അത് 16/10/2024 പിന്നീട് KSDMAയുടെ ചെക്ക് ലിസ്റ്റ്, അതായത് ഈ കൊങ്കൺ റെയിൽവേ DDMAക്ക് നൽകിയ ചെക്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 21/11 അവർ കൈമാറുന്നു. അതോടൊപ്പം തന്നെ 1/3/2025 ഈ ചെക്ക് ലിസ്റ്റ് 6000 പേജുള്ള ചെക്ക് ലിസ്റ്റ് ആയിരുന്നു അത്. ഈ 6000 പേജുള്ള ചെക്ക് ലിസ്റ്റിൽ പലയിടങ്ങളിലും പരിസ്ഥിതി ആഘാത വിഷയങ്ങളെ സംബന്ധിച്ച് സംശയമുള്ളതിനാൽ 1/3/2025 ഈ DDMA നൽകിയ ആ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് 13/5/2025 കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. 28-ാം തീയതിയായിരുന്നു യോഗം ചേരാൻ കരുതിയിരുന്നതെങ്കിൽ 28-ാം തീയതിക്ക് തലേ ദിവസം 27-ാം തീയതി കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു തങ്ങൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ ഈ യോഗം കൂടാൻ ഒരു അവസരം പോലും നൽകാതെയാണ് വളരെ വേഗത്തിൽ 3/6/2025 ജയതിലക് അത്തരത്തിലൊരു യോഗം, മുൻ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുകയും
നിയമത്തെ മറികടന്നുകൊണ്ട് ഈ ഫയലുകൾ മടക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കേരള സ്റ്റേറ്റ് സംസ്ഥാനത്ത് നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 18-22 നിയമങ്ങളെ അല്ലെങ്കിൽ അവകാശങ്ങളെ ലംഘിക്കുന്ന നിയമവിരുദ്ധമായ നടപടിയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളിലും DPRൽ പ്രകൃതി ദുരന്ത ആഘാത വിലയിരുത്തൽ ഉണ്ടാവണം എന്നുള്ള കൃത്യമായ നിബന്ധന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതിനെ കൂടി ആ നിയമത്തെ കൂടി അനധികൃതമായി മറികടന്നുകൊണ്ടാണ് മുൻ ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു ഡിസിഷൻ, മുൻ പിണറായി സർക്കാരും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയുമ്പോൾ ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. ഇതിനകത്ത് ഇത്രയധികം കള്ളക്കളികൾ നടത്തേണ്ടത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ചൂരൽമലയും ഉണ്ടക്കയും അടക്കം നൂറുകണക്കിന് ജീവനുകൾ പരിസ്ഥിതി ദുരന്തത്തിൽ ഉണ്ടായ ഒരിടമാണ് വയനാട്. അതിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഈ കള്ളാടി എന്ന നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മേഖല ഉള്ളത്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട സർക്കാർ എന്തിന് പരിസ്ഥിതി ആഘാത പഠനത്തിന് സാധ്യതയുള്ള ഒരു വിഷയത്തിൽ ആ വകുപ്പിനെ തന്നെ പൂർണ്ണമായും നിർജീവമാക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ മറികടന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചീഫ് സെക്രട്ടറിയുടെ ഈ ഒരു ഉത്തരവിൻ പ്രകാരം വരുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചീഫ് സെക്രട്ടറി അന്ന് പാസാക്കിയെടുത്ത നിയമവിരുദ്ധമായി പാസാക്കിയെടുത്ത ആ അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇനി സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസനം ആവശ്യമുള്ള വലിയ പദ്ധതികളിലൊന്നും ചീഫ് സെക്രട്ടറി അന്ന് പാസാക്കിയെടുത്ത അജണ്ട പ്രകാരം കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇടപെടാനോ ആഘാത പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനോ കഴിയില്ല. ഇനി കോടതി മുഖാന്തരം മാത്രമേ അതിനെ മറികടക്കാനായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ ഒരു നിയമത്തെ മറികടന്നുകൊണ്ട് എന്തിനാണ് മുൻ ചീഫ് സെക്രട്ടറി ജയതിലകും അതോടൊപ്പം തന്നെ മുൻ പിണറായി സർക്കാരും ഇതിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.